പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ അതിലെ 14-ാം വാക്യം 14 തൊട്ട് 16 വരെ ഒന്ന് വായിച്ചാട്ടെ. Praise the Lord. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അവിടുന്ന് തന്നിരിക്കുന്ന തിരുവചനത്തിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് ഇന്നിവിടെ കടന്നു വന്ന ഓരോ മക്കളെയും വിവേചിച്ച് അവിടെ നിന്ന് പകൽക്കാലം സംസാരിക്കണമേ. കടന്നു വന്ന എല്ലാവർക്കും ആത്മീയമായൊരു അനുഗ്രഹം ഇന്ന് പ്രാപിച്ച് കടന്നു പോകുവാൻ ഇവിടെയാക്കണം. വ്യക്തമായി പരിശുദ്ധാത്മാവ് ഇടപെടണമേ, സംസാരിക്കണമേ. അതിനായി എളിയവനെ എടുത്ത് ഉപയോഗിക്കണമേ. അവിടുത്തെ ശബ്ദമായി നിർത്തിക്കൊള്ളണമേ. താഴ്ത്തി ഏൽപ്പിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. മോശ ഒരു സ്നേഹിതനെ പോലെ ദൈവത്തോട് സംസാരിക്കുന്നു. അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ രാത്രിയിലൊക്കെ നമ്മൾ കേൾക്കുവാനിടയായി തീർന്നത്. അവിടെ മോശ ഓരോ കാര്യങ്ങൾ ദൈവത്തോട് സംസാരിക്കുമ്പോൾ അവിടെ മോശ പറയുന്നു, ദൈവം മോശയോട് സംസാരിച്ച കാര്യം, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നുവെന്ന് നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ദൈവം മോശയോട് അരുളി ചെയ്ത, എനിക്ക് നിന്നോട് കൃപയുണ്ട്. ഹല്ലേലൂയ. അത് വീണ്ടും ദൈവത്തെ ഓർപ്പിക്കുന്ന മോശ. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ദൈവം നമ്മോട് എന്തെങ്കിലും ഒന്ന് സംസാരിച്ചാൽ, വ്യക്തമായി സംസാരിച്ചാൽ, ആ സംസാരിച്ചത് നമ്മൾ വിട്ടുകളയരുത്. ദൈവത്തെ ഓർപ്പിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തെ ഓർപ്പിക്കുന്നവരായിരിക്കണം. അതെങ്ങനെ ഓർപ്പിക്കുന്നവരായിരിക്കണം? ഒരു മകൻ എങ്ങനെ ഒരു അപ്പനോട് ചോദിക്കുന്നുവോ അതുപോലെ നാം ചോദിക്കുന്നവരായിരിക്കണം. അതാണ് ബന്ധം. അപ്പനും മകനുമെന്നുള്ള ബന്ധമാണ്. അപ്പനും മകനുമെന്നുള്ള ആ സ്നേഹമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മെ അങ്ങനെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ഹല്ലേലൂയ എല്ലാ ദിവസങ്ങളും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് അപ്രകാരം ആ ബന്ധം പുലർത്താൻ കഴിയാത്തതിൻ്റെ കാര്യമെന്ന് ചോദിച്ചാൽ, നമ്മൾ മിക്കവാറും നമ്മുടെ സമയങ്ങൾ മുഴുവനും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് കൊണ്ടും പലപ്പോഴും ദൈവീക ബന്ധങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഉയർത്താൻ കഴിയാതിരിക്കുന്നത് കൊണ്ടും ഈ ബന്ധം പുലർത്തുവാനായിട്ട് നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല. അതുകൊണ്ട് കർത്താവ് തന്നെ പറഞ്ഞ് പൂർണ്ണ ഹൃദയത്തോട്, പൂർണ്ണ ആത്മാവോട്, പൂർണ്ണ ശക്തിയോട്, പൂർണ്ണ മനസ്സോട് ദൈവത്തെ സ്നേഹിക്കണം. ആ സ്നേഹത്തിലേക്ക് കടന്നു വന്നെങ്കിൽ മാത്രമേ ഹല്ലേലൂയ മോശ ഒരു സ്നേഹിതനെ പോലെ ദൈവത്തോട് സംസാരിച്ചതുപോലെ നമുക്ക് സംസാരിപ്പാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. കർത്താവ് ശിഷ്യന്മാരുമായി സംസാരിക്കുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ എനിക്ക് തോന്നുന്നു 10-ാം വാക്യം 8-ാം വാക്യമാണ് തോന്നുന്നു, ഞാൻ നോക്കിയിട്ടില്ല, ഇപ്പോൾ ഓർമ്മയിൽ വന്നതാണ്. അവിടെ പറയുന്നു, നിങ്ങൾ ഇനി ദാസന്മാരല്ല, അല്ലെങ്കിൽ നിങ്ങളോട്
എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഇനി എൻ്റെ സ്നേഹിതന്മാരാകുന്നുവെന്ന്. അങ്ങനല്ലേ അവിടെ എഴുതിയിരിക്കുന്നത്? ഒന്ന് വായിക്കാം, എടുത്തോ. യജമാനൻ ചെയ്യുന്ന ദാസൻ അറിയായികൊണ്ട് നിങ്ങളെ ഞാൻ ഇനിയും ദാസന്മാരെന്ന് പറയുന്നില്ല. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളെ അറിയിച്ചതുകൊണ്ട് ഹല്ലേലൂയ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരെന്ന് ഹല്ലേലൂയ പറയും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം സ്നേഹിതനായിത്തീരുന്നത് എങ്ങനെയാ? പിതാവിന്ന് കേട്ടതൊക്കെ ഹല്ലേലൂയ മനസ്സിലാക്കിയതുകൊണ്ട്, ദൈവത്തിൻ്റെ വചനങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ട്, ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, ദൈവം എന്നെ വിളിച്ചതിൻ്റെ വിളിയുടെ ആഴം മനസ്സിലാക്കിക്കൊണ്ട് ഹല്ലേലൂയ ദൈവസന്നിധാനത്തിലായിരുന്നുകൊണ്ട് അതെല്ലാം സംഗ്രഹിക്കുന്നവനാണ് യഥാർത്ഥമായി ദൈവത്തിൻ്റെ സ്നേഹിതൻ. ഇത് കരമുയർത്തി സ്തോത്രം ചെയ്യാമോ? യഥാർത്ഥമായി ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് പറയുന്ന അപ്രകാരമാണ്. എങ്ങനെ സ്നേഹിതനായി തീരുമെന്ന് കർത്താവ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പഴയ നിയമത്തെ നമ്മൾ കാണുന്ന അബ്രഹാമിനോട് പറഞ്ഞിരിക്കുന്നത് എന്തുവാ? അബ്രഹാം ഹല്ലേലൂയ എൻ്റെ സ്നേഹിതൻ ദൈവം പറഞ്ഞിട്ടുണ്ട്. മോശയോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം യേശു നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ദാസന്മാരാണെന്നുള്ള ആ അവസ്ഥ വിട്ട് ദൈവം തന്നിട്ടുള്ള കാര്യങ്ങളെ അതുപോലെ സംഗ്രഹിച്ച് അതിൻ പ്രകാരം വചനപ്രകാരം കർത്താവ് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ കൽപ്പന ഹല്ലേലൂയ പ്രമാണിച്ചുകൊണ്ട് നാം ജീവിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ഈ ബന്ധം അറ്റുപോകാതെ നിലനിർത്തുവാൻ നമുക്ക് കഴിയും. അറ്റുപോകാതെ നിലനിർത്തുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. മോശ ദൈവമായിട്ടുള്ള ബന്ധം വിട്ടുകളഞ്ഞില്ല. പക്ഷേ അവിടെ കാണുന്ന ഇസ്രായേൽ മക്കളൊക്കെ ഹല്ലേലൂയ സമാഗമന കൂടാരത്തിൻ്റെ അടുക്കിലേക്ക് വരാൻ തന്നെ അവർ പേടിച്ചു പോയി. അവരവരുടെ കൂടാരത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് മോശ സമാഗമന കൂടാരത്തിലേക്ക് പ്രവേശിക്കുന്നതും ദൈവത്തിൻ്റെ തേജസ് അവിടെ ഇറങ്ങി വരുന്നതും ദൈവം മോശയോട് സംസാരിക്കുന്നതൊക്കെ അവർ ദൂരത്ത് നിന്ന് അവരുടെ കൂടാര വാതിക്കൽ നിന്ന് കേട്ടുകൊണ്ടിരുന്നു. അതല്ല ബന്ധം. അവർക്ക് ദൈവത്തോട് അടുത്തു വരാൻ കഴിഞ്ഞില്ല. ഇവിടെ ഇരിക്കുന്ന പലരോടുമുള്ള ദൂര ദൈവത്തോട് അടുത്തു വരാൻ കഴിയാതെ അവരവരുടെ കൂടാരത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ പേരിന് വേണ്ടി ഒന്ന് നമസ്കരിക്കുന്ന അവസ്ഥ, പേരിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവസ്ഥ, പേരിന് വേണ്ടി ആരാധിക്കുന്ന അവസ്ഥ, അതല്ല ദൈവമായിട്ടുള്ള ബന്ധം. യഥാർത്ഥമായി ദൈവത്തിൻ്റെ സ്നേഹിതനായിരിക്കണമെങ്കിൽ ഹല്ലേലൂയ വല്ലപ്പോഴും ഇവിടെ ഇരിക്കുന്ന രണ്ടുപേര് മുൻപിൽ ഇരിക്കുന്ന രണ്ടുപേര് വല്ലപ്പോഴും ഒന്ന് കാണുകയാണെങ്കിൽ, അല്ലെ മാസം ഒരിക്കൽ കാണുകയാണെങ്കിൽ എന്നും കാണുന്നതായ ആ ബന്ധം കാണുമോ? ആ സ്നേഹം കാണുമോ? കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കസിൻസുമായിട്ടുള്ള ബന്ധങ്ങൾ നമ്മൾ പുലർത്തുന്നത് എങ്ങനെയാ? നമ്മൾ അനുദിനം അല്ലെങ്കിൽ ആഴ്ചയിൽ അല്ലെങ്കിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നവരുമായിട്ടാണ് കൂടുതൽ സ്നേഹബന്ധം. വിളിക്കാത്തവരുമായിട്ട് അറിയാം, ബന്ധമുണ്ടെന്നറിയാം, പക്ഷേ എന്തില്ല? സംസർഗമില്ല, ബന്ധപ്പെടുന്നില്ല, സംസാരിക്കുന്നില്ല. ഇന്നാരെൻ്റെ ഭഷ്കസിനാണെന്നറിയാം, എൻ്റെ ഭക്ഷ്യ സിസ്റ്ററാണെന്നറിയാം, പക്ഷെങ്കിൽ ഹല്ലേലൂയ ബന്ധമില്ലാത്തത് കൊണ്ട് അറിയാമെന്നുള്ളതേ ഉള്ളൂ, കമ്മ്യൂണിക്കേഷൻ ഇല്ല. പ്രിയ ദൈവവൈദ്യരെ, അതാണിന്ന് നമുക്ക് പലർക്കും ഇവിടെ ഇരിക്കുന്നവർക്ക് സംഭവിച്ചിട്ടുള്ളത്. അതാ, ദൈവമുണ്ടെന്നറിയാം, വാസ്തവമായി സത്യദൈവത്തെ ആരാധിക്കുന്നെന്നറിയാം, പക്ഷെങ്കിൽ ആ ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന പലരും ഇതിൻ്റെ ഉള്ളിലുണ്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് കഴിഞ്ഞ ദിവസമേ ആലോചന പറഞ്ഞു കഴിഞ്ഞതാണ്.
കഴിഞ്ഞ രാത്രി ആലോചന പറഞ്ഞില്ല. കഴിഞ്ഞ ദിവസം ഇത് ധ്യാനിച്ചപ്പം ദൈവം എന്നോട് സംസാരിച്ചു. ആ ബന്ധമില്ല. ഹല്ലേലൂയ. പലപ്പോഴും ബന്ധം ഇവിടം കൊണ്ട് അവസാനിക്കുക. പുറത്ത് ഗേറ്റിൽ ചെന്ന് കഴിയുമ്പോൾ ഭാവം മാറും, സ്വഭാവം മാറും, പെരുമാറ്റം മാറും. നമ്മൾ ഹല്ലേലൂയ സ്വത്രം യേശുവിൻ്റെ സ്നേഹിതനായിരിക്കണമെങ്കിൽ യേശുവിൻ്റെ സ്വഭാവം, യേശുവിൻ്റെ ഭാവം, ഹല്ലേലൂയ എല്ലാം യേശു എങ്ങനെ ചെയ്തിരിക്കുന്നു അതുപോലെ ചെയ്യുവാൻ മനസ്സ് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതം നയിക്കുമ്പോഴാണ് ആ ബന്ധത്തിൻ്റെ സ്ഥിരത വർദ്ധിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇച്ചിരി കട്ടിയുള്ള വചനം പോലെ തോന്നുന്നില്ലേ? ദൈവവുമായിട്ടുള്ള സ്ഥിരത നമ്മൾ പുലർത്തുന്നത് അങ്ങനെയാണ്. ഇസ്രായേൽ മക്കൾ ദൂരത്ത് നിന്ന് നമസ്കരിച്ചു, അതുകൊണ്ട് കാര്യമായില്ല. വല്ലപ്പോഴും മോശ സമാനുകൂലത്തിൽ കയറുന്നത് കണ്ടുകൊണ്ടൊരു നമസ്കാരം, അത് ആരാധനയായിത്തീരുന്നില്ല, ബന്ധമായിത്തീരുന്നില്ല. ദൈവത്തോട് അടുക്കാൻ ഭയപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമൈതലേ, നമ്മുടെ പിതാവിനോട് അടുത്ത് ചെല്ലേണ്ട നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ ഇമ്പമുള്ള ശബ്ദം കേൾക്കാൻ സ്വർഗത്തിൽ ഒരു പിതാവുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ സ്വർഗത്തിൽ ഒരു പിതാവുണ്ട്? നന്ദിയുള്ള ഹൃദയത്തോടെ നമ്മൾ വിളിച്ചു പറയണം. നമ്മുടെ ഭൂമിയിലുള്ള മാതാപിതാക്കളെക്കാൾ അധികമായി സ്നേഹിക്കുന്ന ഒരു പിതാവ്. നമുക്ക് ഭൂമിയിൽ ജന്മം നൽകുന്ന മാതാപിതാക്കൾ, അവരുടെ സ്നേഹത്തിന് ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷെ ദൈവത്തിന്റെ സ്നേഹത്തിന് ലിമിറ്റില്ല. പല മാതാപിതാക്കളും 2 കുഞ്ഞുങ്ങൾ 3 കുഞ്ഞുങ്ങളുണ്ട്, അവരുടെ കഴിവിന്റെ അനുസരിച്ച് അവരെ സ്നേഹിക്കുന്നത്. മാർക്ക് കൂടുതൽ കിട്ടുന്നവരെ സ്നേഹിക്കും, മറ്റവരെ കുറ്റം പറയും. അങ്ങനെയുള്ള സ്നേഹമാണ്. പക്ഷേ കുറ്റം പറയാതെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ സ്വർഗസ്ഥനായ ദൈവം മാത്രമേ ഉള്ളൂ. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ ദൈവത്തെ പിന്തുടരുവാൻ. ദൈവം നമ്മോട് സംസാരിക്കും, ദൈവം നമ്മോട് ഇടപെടും. ചില ദിവസങ്ങൾ ഇരുന്നാൽ ചിലപ്പോൾ ഒന്നും പറഞ്ഞില്ലെന്നിരിക്കും. ചില ദിവസങ്ങൾ ഇരിക്കുമ്പോൾ എഴുന്നേക്കാൻ പറ്റാതെ വണ്ണം ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കും. ചില ദിവസങ്ങൾ ഒന്നും സംസാരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ അതിനുവേണ്ടി ഹല്ലേലൂയ സഹനശക്തിയോടെ, കൃപയോടെ, താഴ്മയോടെ, സൗമ്യതയോടെ ഇരിക്കുന്നെങ്കിൽ അതിന്റെ പിറ്റേ ദിവസം എഴുന്നേക്കാൻ പറ്റാത്തതുപോലെ ദൈവം നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കും, സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അനുഭവിച്ചിട്ടുള്ളവര് ഇതിന്റെ മധ്യത്തിലുണ്ട്. ഇല്ലെന്ന് പറയാ, ഇങ്ങനെ അനുഭവിച്ചിട്ടുള്ളവരുണ്ട്. ഇരുന്നെങ്കിലേ സംസാരിക്കാൻ പറ്റുള്ളൂ, ഇരിക്കാതെ സംസാരിക്കാൻ പറ്റുമോ? ദൈവ സന്നിധാനത്തിൽ ഇരിക്കാതെ സംസാരിക്കാൻ പറ്റുമോ? ദൈവത്തിന് പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. ഇവിടെ നിൽക്കുന്ന ഞാന് ആ ഗേറ്റിന്റെ അവിടെ ആശിച്ച് നിൽക്കുക. ആശിച്ചിങ്ങനെ കൈപൊക്കി കാണിച്ചാല് അതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ആ ബന്ധം സംസാരിച്ചോ? ഇല്ല. ബന്ധം വേണം. എങ്ങനെ വേണം? ഇതുപോലെ നിന്ന് സംസാരിക്കുമ്പോഴേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ ദൈവപാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് മോശ സംസാരിച്ചതുപോലെ സംസാരിപ്പാന്റെ കവനം
ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ പ്രിയ ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, എനിക്ക് നിന്നോട് സംസാരിപ്പാനുണ്ട്. നിന്നോട് ചില കാര്യങ്ങൾ വ്യക്തിപരമായി സംസാരിച്ച് നിന്നെ രൂപപ്പെടുത്തി, നിന്നെ ക്രമപ്പെടുത്തി എനിക്ക് പുറത്തു കൊണ്ടുവരുവാനുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് വ്യക്തമായൊരു ദൂത് ഇവിടെ ദൈവജനത്തിനായി കൈമാറുകയാണ്. ഹല്ലേലൂയ. ദൈവജനത്തിനായി കൈമാറുകയാണ്. അപ്പന്റെ ശബ്ദം കേൾക്കാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? എന്റെ അപ്പച്ചന്റെ ശബ്ദം എനിക്ക് കേൾക്കണം, എന്റെ പപ്പായുടെ ശബ്ദം എനിക്ക് കേൾക്കണമെന്ന് എത്ര പേരിന്ന് പകൽക്കാലം മനസ്സ് വെക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങൾ നാട്ടിലായിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും അവരുടെ ശബ്ദം കേൾക്കണമെന്ന് ഇവിടെ ആയിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഗ്രഹമുണ്ട്, ഇല്ലേ? ഒരു ദിവസമെങ്കിലും ശബ്ദം കേൾക്കണ്ടേ? ആ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്വർഗസ്ഥനായ ദൈവത്തിന് എത്രമാത്രം ആഗ്രഹമുണ്ട് നമ്മുടെ ഒരു ശബ്ദം കേൾക്കാൻ, നമ്മുടെ ഒരു സ്വരം കേൾക്കാൻ. ഒന്നുകൂടെ പറഞ്ഞാൽ, നമ്മൾ സ്നേഹത്തോടെ എൻ്റെ അപ്പ എന്ന് വിളിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവ് എത്രമാത്രം സന്തോഷിക്കും. അതെന്താ നമ്മൾ മനസ്സിലാക്കാത്തത്? ഈ കുഞ്ഞുങ്ങൾ ഒരു 3 ദിവസം നമ്മളോട് മിണ്ടാതെ നടന്നാലോ? ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മളോട് മിണ്ടാതിരിക്കുക 3 ദിവസം, അപ്പനോടും അമ്മയോടും മിണ്ടത്തില്ല, എന്തു പറഞ്ഞാലും മിണ്ടത്തില്ല. പരും ഭക്ഷണം കഴിക്കും, എഴുന്നേക്കും, പോകും. എന്തോ ചോദിച്ചാലും മറുപടിയില്ല, ഒന്നും സംസാരിക്കത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ? സഹിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? അപ്പോഴേ നമ്മൾ 3 ദിവസം ഉപവാസം പ്രഖ്യാപിക്കും. 3 ദിവസം ഉപവാസം പ്രഖ്യാപിക്കും. എൻ്റെ കുഞ്ഞ് എന്നോട് സംസാരിക്കുന്നില്ല, ദൈവമേ, ആ കുഞ്ഞ് എന്നോട് സംസാരിക്കാൻ തക്കവണ്ണം അവന്റെ ഹൃദയത്തെ തുറക്കണമേ എന്ന് പറഞ്ഞ് 3 ദിവസം അങ്ങ് ഉപവസിക്കും. ശരിയല്ലയോ? ഹല്ലേലൂയ. അതുപോലെ വേദനയോടെ ഒരപ്പച്ചൻ സ്വർഗത്തിലുണ്ട്. എത്ര പേർ സന്തോഷത്തോടെ അപ്പച്ചനെ ഒന്ന് സ്തുതിക്കും? എത്ര പേർ അപ്പച്ചനെ ഒന്ന് സ്തുതിക്കും? അപ്പനെ ഒന്ന് സ്തുതിക്കും. ഹല്ലേലൂയ. അപ്പന്റെ ആ ഇമ്പമുള്ള സ്വരം കേൾക്കാൻ ഹല്ലേലൂയ എത്ര പേർ മനസ്സ് വെക്കും? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അങ്ങനെ മനസ്സ് വെക്കുന്ന ഒരു ദിവസമാകട്ടെ. ഹല്ലേലൂയ. ഒരു തീരുമാനം ഇന്ന് പകൽക്കാലം എടുക്കണം. എത്ര സമയമില്ലെങ്കിലും എൻ്റെ അപ്പന്റെ മുമ്പാകെ ഇരുന്നു കൊണ്ട് അപ്പന്റെ സ്വരം കേൾപ്പാൻ, അപ്പനോട് സംസാരിപ്പാൻ ഒരു ദിവസത്തിൽ ഞാൻ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ 15 മിനിറ്റ് ആകട്ടെ, അരമണിക്കൂറാകട്ടെ, 1 മണിക്കൂറാകട്ടെ, ഹല്ലേലൂയ ദൈവസന്നിധാനത്തിൽ ഇരുന്നു കൊണ്ട് ആ ശബ്ദം കേൾപ്പാൻ ഞാൻ ഹല്ലേലൂയ ഒരു തീരുമാനം ഇന്ന് എടുക്കുന്നുവെന്ന് എത്ര പേർ ഉള്ളുകൊണ്ട് കൈവക്കണ്ട, ആത്മാർത്ഥമായി ഉള്ളിൽ ഒരു തീരുമാനം എടുക്കും എങ്കിൽ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, ഞാൻ നിന്നോട് സംസാരിക്കും. ദൈവം സംസാരിക്കും. ഹല്ലേലൂയ. മറ്റുള്ളതൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് അപ്പന്റെ സ്വരം കേൾക്കാനൊന്നിരുന്ന് അപ്പന്റെ സ്വരം കേട്ട് ഓരോ ദിവസം മുന്നോട്ട് പോയാൽ ജീവിതത്തിന്റെ അവസ്ഥയ്ക്ക് തന്നെ മാറ്റം വരും. ഹല്ലേലൂയ. ഒരു നന്മയ്ക്കും മുടക്കം വരുത്തുകയെന്ന് അരുളി ചെയ്ത ദൈവം ഒരു നന്മയ്ക്കും മുടക്കം വരാതെ വണ്ണം ദൈവം നമ്മെ വഴി നടത്തും. കഴിഞ്ഞ രാത്രിയിൽ ദൈവാത്മാവ് പറഞ്ഞതുപോലെ ഹല്ലേലൂയ, നിന്നെ സഹായിക്കുവാൻ തക്കവണ്ണം നിന്റെ സ്നേഹിതന്റെ കരമല്ല ആദ്യം പിടിച്ചിരിക്കുന്നത്. നീ ജനിച്ച നാൾ മുതൽ ഞാൻ നിന്റെ കരത്തിൽ പിടിച്ചിരിക്കുകയാണ്.
ഹാലലി ഒന്ന് സ്വോത്രം ചെയ്യാമോ? നീ എത്ര സമയത്ത് വീണു പോകേണ്ടതായിരുന്നെന്ന് അറിയാമോ? നിലം പരിചയാകേണ്ടതെന്ന് അറിയാമോ? ആ സമയത്തൊക്കെ നിന്റെ കരം പിടിച്ചത് മറ്റാരുമല്ല, ജനിച്ചു വീണ നാൾ മുതൽ ആ പിടിച്ച കരം ഇന്നും വിട്ടിട്ടില്ലെന്ന് ഓർത്തുകൊള്ളണമെന്ന് ദൈവാത്മാ നമ്മെ ഓർപ്പിക്കുകയാണ്. വേറെ ആരുടെയും കരമല്ല പിടിച്ചത്, നമ്മൾ കാണാത്ത ഒരു കരം നമ്മെ പിടിച്ചു നിർത്തിയിരിക്കുക. മറ്റുള്ള സഹായങ്ങളൊക്കെ പിന്നീട് വന്നതാണ്. എന്നാൽ എന്നേക്കുമായി അമ്മയുടെ ഉദരത്തിൽ ഉരുവായ സമയം മുതൽ ഹല്ലേലൂയ നമ്മെ തൊട്ട ഒരു കരമുണ്ട്, നമ്മെ പിടിച്ച ഒരു കരമുണ്ട്, നമ്മെ അനുഗ്രഹിച്ച ഒരു കരമുണ്ട്, ആദ്യം നമ്മെ വിളിച്ചു വേർതിരിച്ച ഒരു കരമുണ്ട്. ഒന്ന് സ്വോത്രം ചെയ്യാമോ? ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താമോ? സന്തോഷത്തോടെ ഈ പ്രിയനായ ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവമേ, നിന്റെ തീരുമാനത്തിനൊത്തവണ്ണം പ്രവർത്തിക്കുന്ന ഒരു പിതാവ്, ഒരു സ്വർഗസ്ഥനായ പിതാവ് നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് മോശ പറയുകയാണ്, ദൈവമേ എന്നോട് കൃപയുണ്ടെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ആ കൃപയ്ക്കൊത്തവണ്ണം എന്നോട് സംസാരിക്കണമേ, എനിക്ക് ഉത്തരമല്ലണമേ. നമ്മൾ വായിച്ച ഭാഗത്തേക്ക് വരുന്നതേ ഉള്ളൂ. എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരുമെന്ന് ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്നും അരുളി ചെയ്തു. ഹല്ലേലൂയ. സ്വോത്രം. ദൈവമായ കർത്താവ് മറുപടി കൊടുക്കുക, മോശയ്ക്ക് മറുപടി കൊടുക്കുക. മോശ മോളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. നീ എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാക്കട്ടെ. ഈ ജാതി നിന്റെ ജനമെന്ന് ഓർക്കണമേ. മോശ ദൈവത്തോട് പറയുക, ഈ ജാതി നിന്റെ ജനമാണെന്ന് ഓർക്കണമേ എന്ന് ദൈവത്തിന് അറിയരുതോ? ദൈവത്തിന് അറിയരുതോ? പക്ഷെ മോശ ഹല്ലേലൂയ ദൈവത്തോട് പറയുക, ഈ ജാതി ഹല്ലേലൂയ നിന്റെ ജനമാണെന്ന് അവിടുന്ന് ഓർക്കണമേ. ആ ഒരൊറ്റ വാക്ക് മതി. ഹല്ലേലൂയ. സ്വർഗസ്ഥനായ ദൈവം സന്തോഷിക്കുവാനായിട്ട്, സന്തോഷിക്കാൻ. അതാണ് മോശയ്ക്ക് വേണ്ടിയല്ല മോശ മധ്യസ്ഥ ചെയ്തത്, ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയാ, ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയാ. ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തോട് ദൂതുണ്ട്. ഇന്ന് നമ്മുടെ സ്വന്തം വിഷയങ്ങളെ ഉയർത്തിക്കാട്ടുവാനല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി കരമുയർത്തി പ്രാർത്ഥിക്കുവാൻ, മധ്യസ്ഥ ചെയ്യുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അതിൻ പ്രകാരം ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ദൈവിക വിടുതൽ എങ്ങനെ സംഭവിക്കും? ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ. അയ്യോവും മറ്റ് സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അയ്യോവും അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. പ്രാർത്ഥിക്കുന്ന ഞാനും അനുഗ്രഹിക്കപ്പെടും. ഞാൻ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരും അനുഗ്രഹിക്കപ്പെടും. വിശ്വസിക്കുന്ന ഒരു കരമടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം മോശയോട് പറയുകയാണ്, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. ഇന്ന് പകൽക്കാലം പറ, ദൈവമേ അങ്ങയുടെ സാന്നിധ്യം മാത്രം എനിക്ക് അനുഭവിച്ചാൽ മതി, അങ്ങയുടെ കൃപ മാത്രം എനിക്ക് അനുഭവിച്ചാൽ മതി എന്ന് ദൈവത്തോട് ആത്മാർത്ഥമായി എത്ര പേർ പ്രാർത്ഥിക്കും? സഭയൊന്നായി പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ കൃപ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുക. ദൈവത്തിന്റെ കൃപയെക്കുറിച്ച് അത് എല്ലാ മേഖലകളും നമ്മൾ അനുഭവിക്കുന്ന ദൈവത്തിന്റെ കൃപയാണ്. അതിലേക്ക് ഞാൻ പോകുന്നില്ല.
ഹല്ലേലൂയ. രണ്ടാമത് ദൈവത്തിന്റെ സാന്നിധ്യം. ദൈവത്തിന്റെ സാന്നിധ്യം ദൈവമക്കളെ നമ്മൾ വിട്ടുകളയരുത്. അതുകൊണ്ടാണ് പൗലോസ് തന്റെ ജീവിതത്തിൽ ഒരു വെളിപ്പാട് വിളിച്ചു പറഞ്ഞത്, ഇടപെടാതെ പ്രാർത്ഥിക്കണം, ഇടപെടാതെ സ്തോത്രം ചെയ്യണം. ദൈവീയമായ ബന്ധം വിടാതിരിക്കണമെങ്കിൽ അതിന് ഒറ്റ മാർഗമേ ഉള്ളൂ, ഒറ്റ വഴിയേ ഉള്ളൂ. ആ വഴിയാ പറയുന്നത്, ഹല്ലേലൂയ, നാം എപ്പോഴും ഉള്ളിൽ ഏത് ജോലി ചെയ്യുന്ന സമയത്താണെങ്കിലും ഉള്ളിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. ഉള്ളിൽ എത്ര ജോലി ചെയ്യുന്നവരാണെങ്കിലും ഉള്ളിലൊരു സ്തോത്രം പറയാൻ കഴിയും. ആ സ്തോത്രത്തിനും ആ പ്രാർത്ഥനയ്ക്കും 2 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിനും വിലയുണ്ട്. 1 സെക്കൻഡ് നീ ഉള്ളിൽ ഇടപെടാതെ സ്തോത്രം ചെയ്യുന്നെങ്കിൽ അതിന് അത്രമാത്രം വിലയുണ്ടെന്ന് പകൽക്കാലം മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ദൈവമായിട്ടുള്ള സാന്നിധ്യം നമ്മുടെ വിട്ടുപോകരുത്. ദൈവത്തിന് അത് സഹിക്കാൻ പറ്റത്തില്ല. തമാശ പറയല്ല, ദൈവത്തിന് സഹിക്കാൻ പറ്റത്തില്ല. നമ്മൾ ദൈവമായിട്ടുള്ള ആ സാന്നിധ്യം വിട്ടുപോകുന്നത് ദൈവത്തിന് സഹിക്കാൻ കഴിയത്തില്ല. നാം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എങ്ങനെ നിലവിളിക്കുന്നു അതുപോലുള്ള ദുഃഖം കർത്താവിനുണ്ട്, അതുപോലുള്ള വേദനയുണ്ട്. ദൈവ സാന്നിധ്യം നമ്മുടെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ. അതുകൊണ്ട് പ്രിയ ദൈവത്തിന്റെ മക്കള്, ദൈവ സാന്നിധ്യം വിട്ടുപോകാതെ അനുദിന ജീവിതത്തിൽ നമ്മളിൽ മാനസാന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കണം. അനുദിനം മാനസാന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കണം. അതിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നെങ്കിൽ ഈ ബന്ധം ഒരിക്കലും അറ്റുപോകത്തില്ല. മോശയോട് സംസാരിച്ച ദൈവം നമ്മോട് സംസാരിക്കും. ഒരു കാര്യം കൂടെ ഞാൻ വിളിച്ചു പറയാം. ഹല്ലേലൂയ. എബ്രായ ബാലന്മാരോട് ചോദിച്ചാൽ അവർ പറയും, തീച്ചൂളയുടെ നടുവിൽ ഞങ്ങൾ ആ സാന്നിധ്യം അനുഭവിച്ചു. ഒന്ന് പറയാമോ? 7 ഇരട്ടി തീയുടെ ശക്തി കൂട്ടി അവരെ തീച്ചൂളയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അവിടെ സംഭവിച്ച ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം പ്രിയ ദൈവത്തിന്റെ പൈതലെ, നിന്നെ ശത്രു ഏത് തന്ത്രമൊരുക്കി നിന്നെ തീച്ചൂളയുടെ നടുവിലിട്ടാലും നീ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവനാണെങ്കിൽ, ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കുന്നവനാണെങ്കിൽ, ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കുന്നവനാണെങ്കിൽ നിനക്ക് വേണ്ടി അവിടെ ഇറങ്ങി വരുന്ന ഒരു സാന്നിധ്യമുണ്ട്. ഒന്ന് സ്തോത്രം ചെയ്യാമോ? നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സാന്നിധ്യം. ആരും സഹായിക്കാനില്ലാതിരിക്കുന്ന അവസ്ഥയിൽ നിനക്ക് വേണ്ടി ഒരു സഹായത്തിന്റെ കരം അവിടെ ഇറങ്ങി വരും. അതാ ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. എന്തുകൊണ്ടാ ദാനിയേൽ ധൈര്യമായിട്ട് സിംഹക്കുടിയിലേക്ക് വീണത്? പ്രൈസ് ദി ലോർഡ്. ദാനിയേലിന് ബോധ്യമുണ്ട്, ഞാൻ സിംഹക്കുടിയിൽ അവര് വലിച്ചെറിഞ്ഞാലും അവിടെയും എന്റെ കർത്താവ് എന്നോട് കൂടെയുണ്ടെന്ന്. ഒന്ന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. എന്റെ കർത്താവ് എന്നോട് കൂടെയുണ്ടെന്ന്, ദൈവത്തിന്റെ സാന്നിധ്യം കൂടെയുണ്ടെന്ന് നല്ലവണ്ണം ദാനിയേലിന് അറിയാമായിരുന്നു. വിശുദ്ധ ബൈബിളില് എന്തിനാണ് ഇതൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ചോദിച്ചാൽ നമ്മെ ബലപ്പെടുത്താനാ, നമ്മൾ അങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ടാ ഇതെല്ലാം അങ്ങനെ വ്യക്തമായി എഴുതിയിരിക്കുന്നത്. സ്വന്തം ഹല്ലേലൂയ. ഏലിശയെ പേര് പറയാതെ ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത ഒരു ബാല്യക്കാരനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കണം. അതിനകത്തും പരിശുദ്ധാത്മാവിന് ഒരു നിയോഗമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ കുറിച്ചും ഒരു നിയോഗമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമായ നീ വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി
ദൈവസഭയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു വിരൽ നീ അനക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് വിളിച്ചു പറയുന്നു, ഇന്ന് ആത്മാർത്ഥമായി വിളിച്ചു പറയും, ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, നീ ചെയ്തിട്ടുള്ളതിന് തക്കവണ്ണം ദൈവം നിനക്ക് പ്രതിഫലം തരും. പ്രതിഫലം തരും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ വാക്ക് പറഞ്ഞ് ഇന്ന് തരാം, നാളെ തരാം, മറ്റന്നാൾ വരാം, തരാമെന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ വാക്ക് പറഞ്ഞ കർത്താവാണെങ്കിൽ ഇന്ന് തരുമെന്ന് പറഞ്ഞാൽ, ഇത്ര മണിക്ക് ഇന്ന നിമിഷത്തിൽ നിനക്ക് ലഭിക്കുമെന്ന് പറഞ്ഞാൽ അത് ലഭിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മളൊരു സാക്ഷ്യം കേട്ടില്ലേ? ഹല്ലേലൂയ. തമ്പിച്ചാൻ, ദൈവദാസൻ തമ്പിച്ചാന്റെ ഒരു സാക്ഷ്യം, ഒരു ചെറിയ ക്ലിപ്പ് നമ്മൾ കേട്ടില്ലേ? ഒരു ദൈവദാസൻ വിശ്വാസത്തോട് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഹല്ലേലൂയ രാജസ്ഥാനിൽ പോവാൻ കാത്തു നിൽക്കുക, ടിക്കറ്റിന് പൈസ ഇല്ലാതെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തന്റെ സുഹൃത്തേക്ക് ഒരാഴ്ച പോയി കിട്ടിയ 110 രൂപയുമായി വന്നപ്പോൾ ഹല്ലേലൂയ 3-4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാക്ട് കൊടുത്ത് വന്നപ്പോഴും 4 പ്രാവശ്യം ദൈവദാസനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, കാക്ക വരുമെന്ന് ദൈവമാണ് പറഞ്ഞത്. കാക്ക വരുമെന്ന് ദൈവം പറഞ്ഞത്. ഹല്ലേലൂയ. വാടക കൊടുക്കാനുള്ള പൈസ 4ാമത്തെ പ്രാവശ്യം തമ്പിച്ചാൻ കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്തോണ്ട് കയറി പാൻ പറഞ്ഞു. ഹല്ലേലൂയ. അന്നത്തെ ആ ദൈവദാസന്റെ കാക്ക ആരായിരുന്നു? ഈ തമ്പിച്ചാനായിരുന്നു. ഒന്ന് സ്വോത്രം ചെയ്യാമോ? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തമ്പിച്ചാൻ അർത്ഥം വന്നു. വീട്ടിൽ ചെന്നപ്പോ ഹല്ലേലൂയ സ്വോത്രം വാടക കൊടുക്കാനുള്ളതിന്റെ ഇരട്ടി ആയുമായിട്ട് ദൈവം ആളിന് അടുത്ത കാക്കയെ അയച്ചിരിക്കുക. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ പൈതലേ, നീ ഒരുവന്റെ ആവശ്യം കണ്ടറിഞ്ഞ് ഹല്ലേലൂയ ദൈവാത്മാവ് പറയുന്നതനുസരിച്ച് നീ കൊടുത്താൽ നിനക്ക് വേണ്ടി വേറൊരു കാക്കയെ ദൈവം നിനക്ക് വേണ്ടി നിർത്തിയിട്ടുണ്ട്. കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്ത്. നിനക്ക് വേണ്ടി ഒരു കാക്കയെ ദൈവം നിയോഗിച്ചിട്ടുണ്ട്. ഒരു ദൂരൂടെ പറയാം, നിന്നെ ദൈവം ഒരു വ്യക്തിക്ക് ഒരു കാക്കയാക്കി തീർത്തെങ്കിൽ നിനക്ക് വേണ്ടി വേറൊരു വ്യക്തിയെ ദൈവം കാക്കയായി നിർത്തിയിട്ടുണ്ട്. ദൈവം നിന്നോട് പറയുമ്പോൾ അവിടെ കൽപ്പന പുറപ്പെട്ടു കഴിഞ്ഞു. ആ കാക്കയോട് പറഞ്ഞു, നീ കൊണ്ട് കൊടുത്തോണം. ദൈവത്തിനൊരു സമയമുണ്ട്. ആ സമയത്ത് 2 കാര്യങ്ങൾ ഒരുപോലെ നടക്കും. പ്രൈസ് ദി ലോർഡ്. രാജസ്ഥാനിൽ പോകേണ്ട ദൈവദാസൻ രാജസ്ഥാനിലും പോയി. വാടക കൊടുക്കേണ്ട ദൈവദാസൻ വാടകയും കൊടുത്തു. ഇതാ ദൈവത്തിന്റെ യഥാർത്ഥ പ്രവൃത്തി. ദൈവത്തിന്റെ യഥാർത്ഥ പ്രവൃത്തി. എനിക്കിന്ന് പ്രസംഗം നിർത്താൻ തോന്നുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ആത്മാവ് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക, ഏമിച്ചുകൊണ്ടിരിക്കുക പ്രസംഗിക്കാൻ. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ പൈതലേ, അതുകൊണ്ട് നീ ഭാരപ്പെടേണ്ട, നീ വ്യസനിച്ച് ആർക്കും കൊടുക്കാതിരിക്കരുത്. ദൈവാത്മാവ് പറഞ്ഞാൽ സന്തോഷത്തോട് കൊടുത്തു. ദൈവം നിനക്ക് വേണ്ടി ഒരു കാക്കയെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് എല്ലാ മേഖലകളിലും. ഹല്ലേലൂയ. വാതിൽ അടയ്ക്കപ്പെട്ടെന്ന് നീ വിചാരിച്ചാൽ, നിന്റെ ഉള്ളിൽ വിചാരിച്ചാൽ, ലോക മനുഷ്യർ നോക്കി നിന്റെ വാതിലുകളെല്ലാം അടഞ്ഞെന്ന് പറഞ്ഞാലും ഹല്ലേലൂയ സ്തോത്രം, അടുത്ത നിമിഷത്തിൽ നിനക്ക് വേണ്ടി വാതിൽ തുറക്കുന്ന ഒരു സ്വർഗസ്ഥനായ പിതാവ് ഇന്ന് ഇതിന്റെ മധ്യത്തിൽ ആഗതനായിട്ടുണ്ട്. ഒന്ന് സ്തോത്രം ചെയ്യാമോ? ആഗതനായിട്ടുണ്ട്. ഇതിവിടെ ഉണ്ട്. ആ ദൈവത്തിന്റെ ആത്മാവിടെ സംസാരിക്കുകയാ. ഇന്ന് വലിയ വിടുതലിന്റെ മധ്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവാത്മാവിന്റെ പ്രവൃത്തിയാൽ വലിയ വിടുതലുകള് ദൈവ സാന്നിധ്യത്താൽ ഇതിന്റെ നടുവിൽ സംഭവിക്കുകയാണ്. എല്ലാവരും അത് വ്യാപരിക്കുക. എല്ലാവരും അത് വ്യാപരിക്കുക. എല്ലാവരിലും ഒരുപോലെ വ്യാപരിക്കുകയാ. ദൈവകൃപ വ്യാപരിക്കുകയാ. ദൈവ സാന്നിധ്യം വ്യാപരിക്കുകയാ. ഓ ഹല്ലേലൂയ.
രക്തത്താലും വൈരത്താലും ചെയ്യാം. വിടുതന്റെ കരം ചലിക്കുന്നു, വിടുതന്റെ കരം ചലിക്കുകയാണ്. ദൈവാത്മാവിന്റെ ശക്തി ഇടവകയിൽ അവതരിക്കുകയാണ്. ദൈവ പ്രവൃത്തി വെളിപ്പെടുകയാണ്. ദൈവാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയ ക്ലെന്നിനോടൊരു ദൂത്. പ്രിയ ദൈവത്തിന്റെ വൈതലേ, ദൈവം ഇന്ന് ഈ ആരാധന മധ്യത്തിൽ നിന്റെ മുന്നോട്ടുള്ള ഭാവി ജീവിതത്തിന് വേണ്ടി ഒരു വഴി ദൈവം തുറന്നിരിക്കുന്നു. വിശ്വസിച്ച് ഏറ്റെടുക്കുന്നുണ്ടോ? ദൈവം ഒരു വഴി തുറന്നിരിക്കുന്നു. വ്യക്തമായി ദൈവം അറിയിച്ചതൂടാ. അതിനെ കുറിച്ചിട്ടോ അത് ജീവിതത്തിൽ നന്മയായി വരുമ്പോൾ ഒന്ന് സ്തോത്രം ചെയ്യാൻ മറക്കരുത്. ദൈവം ഒരു വഴി തുറന്നിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ ദൈവത്തിന്റെ വൈദ്യരെ, ഞാൻ മുന്നോട്ട് പോകുന്നില്ല, നിർത്തുകയാണ്. എനിക്കറിയത്തില്ല ഈ അധ്യായം തന്നിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകാത്ത വണ്ണം ദൈവാത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഒരു വാക്യത്തിന് മുന്നോട്ട് നീങ്ങാൻ കഴിയാതെ ഹല്ലേലൂയ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ യൂത്ത് മീറ്റിംഗ് ഉള്ളത് കൊണ്ട് ഞാനിത് പരിജ്ഞാനത്തോടെ ഇവിടെ നിർത്തുകയാണ്. പ്രിയ ദൈവം ഇന്ന് വൻ കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. നീ ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതലാണോ? ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ നീ സമയം വേർതിരിച്ച് ദൈവം മുമ്പാകെ ഇരുന്ന് കണ്ണുനീരൊഴുക്കുന്ന വ്യക്തിയാണോ? ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ കൽപ്പനകളും വചനങ്ങളും ഒരുപോലെ പ്രമാണിച്ച് ഹല്ലേലൂയ ആ ചട്ടപ്രകാരം ജീവിക്കുന്നവനാണോ? ദൈവം നിന്നെ ഒരു നാൾ കൈവിടത്തില്ലെന്ന് വ്യക്തമായ ഒരു ദൂത് വെളിപ്പെടുന്നു. ഒരു നാളും ദൈവം നിന്നെ കൈവിടുകയില്ല, ഒരു നാളും ദൈവം നിന്നെ കൈവിടുകയില്ല എന്ന് ശക്തമായ ഒരു ദൈവാലോചന ഇവിടെ ദൈവജനത്തിന് മുമ്പാകെ ദൈവം കൈമാറുകയാണ്. ദൈവം കൈമാറുന്നു. ദൈവം കൈവിടുകയില്ല. ഹല്ലേലൂയ. പിതാവ് നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. പിതാവ് നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. കരുതുന്ന പിതാവിന്റെ മുമ്പാകെ ഓരോ ദിവസവും പറഞ്ഞൊരു മുട്ടുമടക്കി അപ്പച്ചന്റെ സ്വരം കേൾക്കാൻ നീ സമയം വേർതിരിക്കുമോ? അപ്പച്ചന്റെ സ്വരം കേൾക്കാൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, അപ്പച്ചന്റെ സ്വരം കേൾക്കാൻ നീ സമയം വേർതിരിക്കുമോ? ഹല്ലേലൂയ. എങ്കിൽ ഒരു നന്മയ്ക്കും ദൈവം കുറവ് വരുത്തില്ല. കൈവിടുകയില്ലെന്ന് അരുളിച്ചത് കർത്താവ്. നിന്നെ കൈവിടുകയില്ല. നിന്റെ ഏത് സാഹചര്യമായിരുന്നാലും ആ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ആ ദൈവത്തിന്റെ കരം, എൻ്റെ കുഞ്ഞുങ്ങളെ, ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിന്റെ കരം അതിന്മേൽ പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ കരം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ആ കരം എൻ്റെ കൈ നെടുക്കത്തില്ല. ആ കരം എന്നെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. എൻ്റെ എല്ലാ സാഹചര്യങ്ങളെ അറിഞ്ഞ് ഓരോ നിമിഷത്തിലും എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി വഴിയൊരുക്കും. പ്രാർത്ഥിച്ച് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ചാട്ടെ. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ രണ്ട് കരങ്ങൾ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുക. കുടുംബത്തിന്റെ ആവശ്യമാകാം, തലമുറയുടെ ആവശ്യമാകാം, ജോലിയുടെ ആവശ്യമാകാം, ആരോഗ്യത്തിന്റെ ആവശ്യമാകാം, സൗഖ്യത്തിന്റെ ആവശ്യമാകാം. ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം തന്ന വാഗ്ദത്തം, ഞാൻ നിന്നെ കൈവിടുകയില്ല. ദൈവമേ, അവിടുന്ന് പറഞ്ഞല്ലോ കൈവിടുകയില്ല എന്ന്. ദൈവമേ, എന്നെ കൈവിടല്ലേ അപ്പാ, എന്നെ കൈവിടല്ലേ അപ്പാ, എന്നെ കൈവിടല്ലേ എൻ്റെ അപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു നമുക്ക് മുന്നോട്ട് പോകാം.
ഓരോ ദിവസവും ദൈവശബ്ദം കേൾക്കാം. അങ്ങനെ ആത്മീയ ജീവിതത്തിൽ വലിയൊരു ഉണർവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. എല്ലാവരെയും ദൈവം അധികമായി പറഞ്ഞ വാഗ്ദത്ത പ്രകാരം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.